ഹെവൻലി മെലോഡീസിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. വിശുദ്ധ ബൈബിളിൽ ഒരു സംഭവമുണ്ട്. അതിപ്രകാരമാണ്. സാവൂള് രാജാവ് തൻ്റെ ജീവിതത്തിൽ ഒരു നിമിഷം അസ്വസ്ഥത വന്നപ്പോൾ ദാവീദിനെ വിളിക്കുകയാണ്. ഇടയ ബാലനായ ദാവീദിനെ വിളിക്കുകയാണ്. ഈ ദാവീദ് വന്ന് കിന്നരമെടുത്ത് പാടിയപ്പോൾ, വായിച്ചപ്പോഴൊക്കെ അദ്ദേഹത്തിൻ്റെ അസ്വസ്ഥത മുഴുവൻ മാറി. ഭൂമി പുതുതായി മാറിയെന്നാണ് ബൈബിള് സാക്ഷ്യപ്പെടുന്നത്. ഇന്ന് നമ്മുടെ എല്ലാവരുടെയും അസ്വസ്ഥത മാറ്റുവാനായിട്ട്, നമുക്ക് ഉന്മേഷം കൊണ്ട് നമ്മളെ നിറയ്ക്കുവാനായിട്ട്, ആനന്ദം കൊണ്ട് ഈശോയിലേക്ക് ചേർത്ത് പിടിക്കുവാനായിട്ട് ക്രിസ്തുവിൻ്റെ ഒരു മണവാട്ടി നമ്മുടെ കൂടെയുണ്ട്. ഒരു നല്ല അനുഗ്രഹീത ഗായിക സിസ്റ്റർ ലിൻസ് റാണി CMC. ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു സിസ്റ്റർ. താങ്ക് യു അച്ഛാ. സുഖമാണോ? സുഖമായിരിക്കുന്നു. സിസ്റ്ററിൻ്റെ മനോഹരമായ ഒരു ഗാനമുണ്ട്. അത് ഞാൻ FBയിൽ വളരെ പ്രാവശ്യം കേട്ടതാണ്. ജാനകി അമ്മ പാടിയ വാഴ്ത്തിയിടുന്നു. സിസ്റ്റർ ഫേസ്ബുക്കിൽ അത് ഒരു കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു കൊറോണ കാലത്ത്. ആ സമയത്ത് ഓൾ കേരള തലത്തിലായിരുന്നു. അപ്പം ഞാൻ വെറുതെ ആ പാട്ടൊന്ന് പാടിയിട്ടത് ഒരു കോമ്പറ്റീഷനായിട്ട് അങ്ങനെ വന്നതാണ്. അപ്പോൾ അതിൽ പാടിയ പാട്ടാണ്. അതിങ്ങനെ ലൈക്ക് ഷെയർ അങ്ങനെയൊക്കെ ആയിരുന്നു അതിൻ്റെ ഒരു രീതി. കോമ്പറ്റീഷന് പാടി ക്യാഷ് അവാർഡൊക്കെ ആയിരുന്നു അതിന്. അപ്പോൾ അതിന് ഫസ്റ്റ് കിട്ടിയ പാട്ടായിരുന്നു. അങ്ങനെ പാടിയിട്ട പാട്ടാണ്. FBയിലെ ആൾക്കാർ പക്ഷെ നല്ല രസമുണ്ട് ആ പാട്ട് കേൾക്കാൻ. അപ്പോൾ ഞാൻ കേട്ടതാണ്. പ്രേക്ഷകർക്ക് വേണ്ടി ഒരു പ്രാവശ്യം ഒന്ന് പാടാമോ ആ പാട്ട്? തീർച്ചയായിട്ടും. സ്വർഗനായക കാത്തുകൊള്ളുക നീ
സിസ്റ്റർ ഒരു രക്ഷയില്ല, അസാധ്യമായിട്ട് പാടി. അത് സിസ്റ്ററിൻ്റെ പാട്ടിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാ വാക്കിനും ഫീലിംഗ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ പൂ ചൊരിഞ്ഞ്, അപ്പോൾ പൂവിന് കൊടുത്ത ഫീലിംഗ്, എല്ലാം ഒരു ഫീലിംഗ് ആണ്. എല്ലാ വാക്കിനും അതിൻ്റെ എക്സ്പ്രഷൻ കൊടുത്തിട്ടുണ്ട്. നല്ല ശബ്ദം, ദൈവം നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ്. ദൈവങ്ങളോടൊപ്പം തന്നെ നല്ല ശബ്ദവും സിസ്റ്റർ നൽകിയിട്ടുണ്ട്. ദൈവം അനുഗ്രഹിക്കട്ടെ. സിസ്റ്ററിന് വേറൊരു പേരുണ്ടെന്ന് എനിക്കറിയാം. പ്രിയ പ്രേക്ഷകരെ, സിസ്റ്ററിന് വേറൊരു പേരും കൂടിയുണ്ട്. ഒറിജിനൽ പേരല്ലാതെ പാട്ടുകാരി എന്നാണ്, അല്ലേ? ശരിയല്ലേ? പാട്ടുകാരി സിസ്റ്റർ എന്നാണ് അറിയപ്പെടുന്നത്. ഞാൻ പരിചയപ്പെട്ടപ്പോഴും ഒരച്ഛനായിട്ടൊക്കെ പരിചയപ്പെട്ടപ്പോഴൊക്കെ അറിഞ്ഞത് പാട്ടുകാരി സിസ്റ്റർ ആണെന്നാണ്. അപ്പോൾ ഞാനറിഞ്ഞത് തന്നെയാണ്. പിന്നെയാണ് അറിഞ്ഞത് നിരവധി പട്ടങ്ങൾ, അച്ഛന്മാരുടെ നിരവധി പട്ടങ്ങൾക്ക് ഈ സിസ്റ്ററാണ് പാടിയിട്ടുള്ളത്. കൂടുതൽ വിവരങ്ങൾ സിസ്റ്റർ പറയുന്നതായിരിക്കും. സിസ്റ്റർ ഒന്ന് വിവരിക്കാമോ? പാട്ടുകാരി അങ്ങനെ വന്നത് കൂടുതൽ ഷെക്കീന ചാനലില് ഇങ്ങനെ വന്നായിരുന്നു. ഞാൻ കഴിഞ്ഞ അതെ, അങ്ങനെ ഒരു ടൈറ്റിൽ, അതുകൊണ്ടാണ് അങ്ങനെ പേര് വന്നത്. അത് വന്നത് അവർക്ക് ഞാനൊരു നോമ്പിനോടനുബന്ധിച്ച് പാന പാടിയായിരുന്നു. അപ്പോൾ ആ പാന അതിൽ വന്നതാണ്. അപ്പോൾ അതിങ്ങനെ അപ്പോൾ അതിനെക്കുറിച്ച് അറിയാനായിട്ട് ഷെക്കീനക്കാരുമായിട്ട് ഇങ്ങനെ ഒരു ബന്ധം ഇത് വന്നു. അപ്പോൾ അവരാണ് ഈ പട്ടത്തെക്കുറിച്ചൊക്കെ അന്വേഷിച്ച്. ഇത് അച്ഛാ കൂടുതലായിട്ട് ഞാൻ 18 വർഷമായി പട്ടത്തിന് തന്നെ പാടാൻ തുടങ്ങിയിട്ട്. ഒരു 130ഓളം വൈദികരുടെ പട്ടത്തിന് പാടിയിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിലെ ഒരു ഏറ്റവും വലിയ ഒരു അനുഗ്രഹം, കൃപയായിട്ടാണ് ഞാനതിനെ കാണുന്നത്. ഒരു സ്റ്റുഡിയോയിൽ പോയി റെക്കോർഡിങ് ചെയ്ത് ഒരു പുതിയ പാട്ട് ഇറക്കുന്നതിനെക്കാട്ടിലും ഒരു വേദിയിൽ നിന്ന് പാടുന്നതിനെക്കാട്ടിലും ഒക്കെ എനിക്ക് ഏറ്റവും അഭിഷേകമായിട്ട് ഒരു പട്ടത്തിൻ്റെ പാട്ട് ഞാൻ ഒരിക്കലും ഒഴിവാക്കാറില്ല. കാരണം എനിക്ക് അത്ര കൃപ അതിലൂടെ കിട്ടുന്ന ഒരു പ്രത്യേക ഒരു അഭിഷേകമുണ്ട്. അതുകൊണ്ട് ഞാൻ അങ്ങനെ അതിനോട് കൂടുതൽ പട്ടത്തിന് പാടിയിട്ടുണ്ട്. നമ്മുടെ രൂപതയിൽ ആദ്യമായിട്ട് ആനിക്കുഴിക്കാട്ടി പിതാവായിരുന്ന സമയത്താണ് ഞങ്ങളുടെ ജനറാളച്ചൻ്റെ നേതൃത്വത്തിൽ ഒരു ഗ്രൂപ്പ് തുടങ്ങാമെന്ന് പറഞ്ഞ് അങ്ങനെ ടിനു പാറക്കടവിൽ അച്ഛനാണ് ഞങ്ങൾക്ക് ലീഡ് ചെയ്യുന്നത്. ടിനു അച്ഛനൊരു വലിയ പാട്ടുകാരനാണ്. അച്ഛനും ഞാനും പിന്നെ ഞങ്ങളുടെ കൂടെ 2 പെൺകുട്ടികളുണ്ട്. ഇടുക്കി രൂപ തന്നെയാണ്. അപ്പോൾ ബാക്കിയുള്ളവർ നമ്മുടെ ഇടുക്കി പല സ്ഥലങ്ങളിൽ നിന്നുള്ളവർ, ഞങ്ങളെല്ലാവരും കൂടെ 7-8 പേരുണ്ട്. 8 പേരിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ 8 പേരും അന്ന് തൊട്ട് ഇന്ന് വരെ ഉള്ളവരാണ്. ഈ 18 വർഷമായിട്ട് അതെല്ലാവരും അതിനകത്തുണ്ട്. കൂട്ടായ്മ ശരിക്കും നമ്മളെ പട്ടത്തിന് പാടുന്നത് വേറെ പോലെയല്ല. അപ്പോൾ അതിന് മുമ്പ് അച്ഛൻ ഞങ്ങളെ വിളിച്ചുകൂട്ടി ഞങ്ങളെല്ലാവരും കൂടെ പ്രാക്ടീസ് ചെയ്യും, പാട്ടുകളെല്ലാം പറയും, ഫിക്സ് ചെയ്യും. പിന്നെ അത് ഒരു ഭയങ്കര കൃപയായിട്ടാണ് ഞാനതിനെ കാണുന്നത്. അപ്പോൾ ഒരുപാട് വൈദികർക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റിയുണ്ട്. അപ്പോൾ അവരൊക്കെ പറയും, എൻ്റെ സിസ്റ്റേഴ്സ് എന്നെ കളിയാക്കി പറയും, ലിൻസ്റാണി മരിക്കുമ്പോൾ OPC അല്ല എന്താ അച്ഛന്മാരായിരിക്കും എന്ന്. എനിക്കറിയില്ല, അങ്ങനെയല്ല തമാശനൊക്കെ പറയണ കേട്ടോ. അതെന്നറിയോ സിസ്റ്ററെ, അതായത് ഇപ്പം എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തത് എൻ്റെ പട്ട ദിവസമാണ്. എനിക്ക് പട്ടം ലഭിച്ച ദിവസം അത് മറക്കാൻ പറ്റില്ല. കാരണം ഇത്രയും ഇപ്പോൾ 130 കൂടുതൽ അച്ഛന്മാർ, അപ്പോൾ അവർ ഇത്രയും 12-13 വർഷം, 1-2 വർഷമല്ലോ കാത്തിരിക്കുകയാണ് ഈ ഒരു ദിവസത്തിന് വേണ്ടി. 12-13 വർഷത്തോളം ഈ ഒരു പട്ടം കിട്ടുന്ന ആ ഒരു ദിവസത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്, ആ നിമിഷത്തിന് വേണ്ടി. അപ്പോൾ ആ ദിവസം നമുക്ക് മറക്കാൻ പറ്റില്ല. അപ്പോൾ ഇത്രയും പേർക്ക് സിസ്റ്റർ പാട്ടുകൾ അവരുടെ പട്ടത്തിന് പാടിയിട്ടുണ്ടെങ്കിൽ അവരതൊരിക്കലും മറക്കില്ല. അതാ ഞാൻ പറഞ്ഞത്, എനിക്കതൊരു വലിയ കൃപയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. മറ്റേത് പാട്ടുകൾ പാടുന്നതിലും അതിൻ്റെ ഒരു അഭിഷേകം എനിക്ക് കിട്ടുന്നുണ്ട്. ഈ സിസ്റ്ററിന്റെ സ്വന്തം പേര് വിളിക്കാതെ പട്ടപ്പാട്ടുകാരി സിസ്റ്റർ എന്ന് വിളിക്കുമ്പോൾ തന്നെ ഒരു അഭിമാനമാണ്. ദൈവകൃപയായിട്ട് കാണുന്നു. സിസ്റ്റർ കഴിഞ്ഞ എപ്പിസോഡിൽ സിസ്റ്ററിന്റെ കോൺഗ്രിഗേഷൻ CMC കോൺഗ്രിഗേഷൻ പറ്റി പറഞ്ഞിരുന്നു. CMC കോൺഗ്രിഗേഷൻ കർമ്മല മാതാവിൻ്റെ സഭയാണ്. അപ്പോൾ ഈ ഒരു നിമിഷം മാതാവിൻ്റെ പാട്ട്, അതാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഒരു പാട്ട്, മാതാവിൻ്റെ ഒരു പാട്ട് പാടും. സ്വർഗത്തിനാനന്ദമേ രാജാധിരാജന്റെ ദിവ്യമേ, റോഹായുടെ നിത്യമണവാട്ടിനീ, സുകൃതം വിളയും മലർവാടിനീ, സ്വർഗത്തിൻ ആനന്ദമേ രാജാധിരാജ
ആശ്വാസമായി തീരുവാൻ ഞങ്ങളെ വരമരുളിടേണമേ. ഞങ്ങളെ വരമരുളിടേണമേ. അമ്മേ ദൈവമാതാവേ, താപസ ജീവിത വരമരുളൂ. അമ്മേ ദൈവമാതാവേ, താപസ ജീവിത വരമരുളൂ. പുണ്യതായേ അമലോത്ഭവേ, ഞങ്ങളെ വഴി നടത്തിയിടേണമേ. കൂരിരുളിൽ എന്നും പൊൻവിളക്കാ, പാപികൾക്കാശ്രയം ആയി തെളിയാ. കൂരിരുളിൽ എന്നും പൊൻവിളക്കാ, പാപികൾക്കാശ്രയം ആയി തെളിയാ. ദൈവമാതാ ആശ്രമത്തിൻ നമ്പികേ, ദാസർക്കായി എന്നെന്നും പ്രാർത്ഥിക്കണമേ. ദൈവമാതാ ആശ്രമത്തിൻ നമ്പികേ, ദാസർക്കായി എന്നെന്നും പ്രാർത്ഥിക്കണമേ. ദാസർക്കായി എന്നെന്നും പ്രാർത്ഥിക്കണമേ. സ്വർഗത്തിൻ ആനന്ദമേ, രാജാധിരാജന്റെ ദിവ്യമേ, റോഹായുടെ നിത്യമണവാട്ടിനി, സുകൃതം വിളയും മലർവാടിനി, സ്വർഗത്തിൻ ആനന്ദമേ, രാജാധിരാജന്റെ ദിവ്യമേ, റോഹായുടെ നിത്യമണവാട്ടിനി, സുകൃതം വിളയും മലർവാടിനി. അമ്മേ ദൈവമാതാവേ, താപസ ജീവിത വരമരുളൂ. അമ്മേ ദൈവമാതാവേ, താപസ ജീവിത വരമരുളൂ. പുണ്യതായേ അമലോത്ഭവേ, ഞങ്ങളെ വഴി നടത്തിയിടേണമേ. നല്ല അഭിഷേകമുള്ള പാട്ട്, അഭിഷേകത്തോടു കൂടി പാടി, നല്ല ശബ്ദം, സൂപ്പർ പാട്ട്. താങ്ക് യു അച്ഛാ. ഇത് നിരവധി മാതാവിൻ്റെ പാട്ടുകൾ സിസ്റ്റർ പാടിയിട്ടുണ്ട്. ഉവ്വ. ഈ പാട്ട് തിരഞ്ഞെടുക്കുവാൻ എന്തെങ്കിലും ആയിട്ട് കാരണമുണ്ടോ? അച്ഛാ, ഈ പാട്ട് ഒരു മിണ്ടാമഠത്തിലെ സിസ്റ്റർ എഴുതിയതാണ്. എനിക്ക് തോന്നി വരികൾ നോക്കുമ്പോൾ ഉവ്വ. ഒരു സിസ്റ്റർ ആശ്രമം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ താമസ ജീവിതം. ഓക്കേ. അതെ. ഒരാശ്രമത്തിലെ മിണ്ടാമഠത്തിലെ ഇടുക്കിയിലുള്ളൊരു മിണ്ടാമഠമുണ്ട്. അവിടുത്തെ ഒരു സിസ്റ്റർ എഴുതിയ പാട്ടാണിത്. അപ്പോൾ ആ പാട്ടിനൊരു ഒത്തിരി പ്രാർത്ഥിച്ച് എഴുതിയൊരു പാട്ടായിരുന്നേ. ഞാനാണേലും ഒരുപാട് പ്രാർത്ഥിച്ചൊരുങ്ങിയാണ് പാട്ട് പാടാൻ പോകുമ്പോൾ നമ്മൾ പാടും. ഞാൻ സാധാരണ പറയേണ്ട പരിശുദ്ധാത്മാവേ നീ പാടണേ എന്നൊക്കെ പറഞ്ഞ് കയറുന്നത്. എങ്കിലും ആ ഒരു സമൂഹം മുഴുവൻ നമുക്ക് വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിക്കുന്നൊരു അനുഭവമായിരുന്നു എനിക്ക് പാട്ട് പാടിയപ്പോൾ. അതുകൊണ്ട് എന്തോ എനിക്ക് ഈ പാട്ടിനോടൊരു പ്രത്യേക, പാടുമ്പോഴാണേലും നമുക്ക് അമ്മയുടെ ഒരു ഭയങ്കര ഒരു അടുത്തുള്ള പോലെ അല്ലേ, നമ്മൾ അമ്മയോട്, നമ്മൾ സ്വന്തം അമ്മയോട് സംസാരിക്കുന്ന പോലെ. അത് തന്നെ, അങ്ങനെ ഒരു പ്രത്യേക. പിന്നെ എനിക്ക് കർമ്മല മാതാവ് എൻ്റെ അമ്മയല്ലേ, അപ്പം അമ്മയുടെ ഒരു പ്രത്യേകത ഉണ്ട്. എനിക്ക് കൂടെ ആ ഒരു ബന്ധം ഈ പാട്ടിലൂടെ എനിക്ക് അങ്ങനെ ഒരു അമ്മ മോള് അങ്ങനെ ഒരു ഇതോടുകൂടിയാണ് ഞാൻ ആ പാട്ട് പാടിയത്. കൂടുതലായിട്ട് ഒത്തിരി പ്രാർത്ഥിച്ചൊരുങ്ങി എന്ന് പറഞ്ഞ് ഈ പാട്ട് പാടിയത്. പിന്നെ ഇത് കേട്ടവരൊക്കെ പറഞ്ഞു എന്തോ ഒരു ഭയങ്കര ചൈതന്യം, ഒരു അഭിഷേകമൊക്കെ ഈ പാട്ടിനുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു സിസ്റ്റർ നന്നായിട്ട് പാടിയിട്ടുണ്ട്, അഭിഷേകത്തോട്ട് പാടി. പിന്നെ ആ സിസ്റ്റർ
മിണ്ടാമഠത്തില് ദൈവസന്നിധിയിൽ ആരാധന മുമ്പിലാണ് ഏറ്റവും കൂടുതൽ അവരാണല്ലോ ഇരിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. മാനവകുലം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കുന്നത് അവിടുത്തെ സിസ്റ്റേഴ്സാണ്. അതെ, നമുക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണ്. വിലപ്പെട്ട പ്രാർത്ഥനകളാണ്. അപ്പൊ അവരുടെ ആ ഒരു അഭിഷേകം നിറഞ്ഞ ആ ഒരു പാട്ട് ആ സിസ്റ്റർ എഴുതിയപ്പോൾ അത് ചെയ്തപ്പോഴാണേലും ഈ സിസ്റ്റർ ഷേർലി എന്ന് പറഞ്ഞ സിസ്റ്ററാണ് എഴുതിയത്. പിന്നെ സോജൻ അടിമാലി ഒരു മ്യൂസീഷ്യനാണ്, നന്നായിട്ട് വർക്ക് ചെയ്യുന്നതാണ്. പുള്ളി ഒത്തിരി പ്രാർത്ഥിച്ചതാണ് ആ ഒരു പാട്ടിന്റെ കാര്യങ്ങളൊക്കെ, ഓർക്കസ്ട്രേഷൻ. പാട്ടിനോട് ചേർന്ന് എന്തെങ്കിലും മേഖലകളുണ്ടോ? ഉണ്ട്. ഞാൻ പഠിച്ചത് പാമലി അപ്പോസ്തോലേറ്റിന് വേണ്ടിയായിരുന്നു. സൈക്കോളജിയാണ് ഞാൻ കഴിഞ്ഞത്, MSW എടുത്തു. അപ്പോൾ അതിന് കൂടുതലായിട്ട് നമുക്ക് കൗൺസിലിംഗ് സെൻറ്റർ ബേസ് ചെയ്താണ്. നമുക്ക് ആയിരവക്കര ഞാൻ പറഞ്ഞല്ലോ, സമന്വയ എന്ന് പറഞ്ഞിട്ട് കൗൺസിലിംഗ് സെൻറ്റർ ഉണ്ട് നമുക്ക്, നമ്മുടെ കോൺഗ്രിഗേഷൻ്റെ കാർമലഗിരി പ്രോവിൻസിൻ്റെ. അത് 25 വർഷമാകുന്നു. അപ്പോൾ അവിടെ നമുക്ക് പാട്ടുണ്ട്, പക്ഷേ എങ്കിലും അവിടെ എനിക്ക് ഈ മേഖലയും കൂടെ പ്രവർത്തിക്കാൻ പഠിച്ചത് കൊണ്ടും അതിന് എനിക്ക് സന്തോഷം. കൗൺസിലിംഗ് ഞാൻ അതിൻ്റെ ആ സ്ഥാപനത്തിൻ്റെ ഡയറക്ടറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ശുശ്രൂഷ മേഖല തീർച്ചയായും സിസ്റ്റർ ചെയ്യുന്ന പ്രവർത്തനം ഈശോയെ കൊടുക്കുകയാണ് തീർച്ചയായും. കാരണം ഇപ്പോൾ ഈശോ സിസ്റ്ററിൻ്റെ ആ ഒരു സാന്നിധ്യത്തിൽ എന്ത് ചെയ്യുന്നോ അതാണ് ഇപ്പോൾ സിസ്റ്റർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ വേദന അനുഭവിക്കുന്ന, ഒറ്റപ്പെട്ടു പോകുന്ന ഒരുപാട് പേരുണ്ട്. അവരെ മനസ്സിൽ ഓർത്തുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും ഒരു പാട്ട് പാടിയിട്ടുണ്ടെങ്കിൽ അതൊന്ന് പാടാമോ ഞങ്ങൾക്ക് വേണ്ടി? പാടാച്ചാ. നിനക്കെന്തു നൽകുവാനാകും എനിക്കെന്റെ നാഥാ, ഗോൽഗോഥാ വഴിയിൽ നീ തളർന്നിടുമ്പോ കൈപ്പുനീർ മാത്രം കഥനപ്പെരും വഴിയിൽ ഒരു സ്നേഹചുംബനം പോലും തന്നില്ലല്ലോ ഞാൻ. നിനക്കെന്തു നൽകുവാനാകും എനിക്കെന്റെ നാഥാ, ഗോൽഗോഥാ വഴിയിൽ നീ തളർന്നിടുമ്പോ നിനക്കെന്തു നൽകുവാനാകും എനിക്കെന്റെ നാഥാ, ഗോൽഗോഥാ വഴിയിൽ നീ തളർന്നിടുമ്പോ
ദീപജാലകം പോ ഓർക്കുന്നു ഞാൻ നിറമാറി നടന്നൊരു നാളുകൾ തുടിക്കുന്നു തടം നിറയുന്നു കണ്ണുകൾ ധന്യമായി നാഥ ഈ ജന്മം നിനക്കെന്തു നൽകുവാനാകും എനിക്കെന്റെ നാഥ ഗോൽഗോഥാ വഴിയിൽ നീ തളർന്നിടുമ്പോൾ കൈപ്പുനീർ മാത്രം കഥനപ്പേരും വഴിയിൽ ഒരു സ്നേഹചുംബനം പോലും തന്നില്ലല്ലോ. സിസ്റ്ററെ മുഴുകിയിരുന്നു പോയി. നല്ല പാട്ട്, നന്നായിട്ട് പാടി. ഇതിൻ്റെ ആ ഒരു അർത്ഥം തന്നെ അല്ലേ, ദൈവം നമ്മളിലേക്ക് വരുന്നു, മനുഷ്യനെ തേടി വരുന്ന തേടി വരുന്നു, നമ്മളത് കണക്കാക്കാതെ പോകുന്നു, വീണ്ടും വീണ്ടും തേടി വരുന്നു. അവസാനം ഒരു വിങ്ങൽ, അവൻ്റെ സ്നേഹം അറിഞ്ഞു കഴിയുമ്പോൾ എനിക്ക് അവൻ്റെ സ്നേഹത്തിലേക്ക് വരാൻ പറ്റിയില്ലല്ലോ എന്നൊരു വിങ്ങൽ. അസാധ്യം. ഈ വരികൾ എഴുതിയതും അത് ആന്റണി മുനീറ, ഒരു സാറാണ്. സാറ് സാഹിത്യകാരനൊക്കെയാണ്, ഒത്തിരി എഴുത്തുകാരനാണ്. സാറിൻ്റെ ഒരു പാട്ട് നമ്മുടെ രൂപതയിലെ കുറേ വൈദികരൊക്കെ കൂടി പല അന്ന് CD ഇറങ്ങിയ സമയത്ത് CD-ക്കകത്ത് വന്ന പാട്ടാണ്, വർഷങ്ങൾക്ക് മുമ്പുള്ള പാട്ടുകളാണ്. തീർച്ചയായും കൊറോണയുടെ മുമ്പ് കേൾക്കുന്നവർക്കൊക്കെ സാറിനത്തിന് നന്ദി. ഇത് കേൾക്കുന്നവർക്കൊക്കെ ഒരുപാട് ആശ്വാസമാണ് ഈ പാട്ട്. അപ്പോൾ ഈ നിമിഷം നന്ദി പറയാണ് പ്രേക്ഷകരുടെ പേരിൽ. സിസ്റ്ററിൻ്റെ ഈ സാന്നിധ്യവും പാട്ടുകളുമൊക്കെ ആദ്യം കേട്ടതുപോലെ, ആമുഖത്ത് ഞാൻ പറഞ്ഞതുപോലെ ദാവീദ് കിന്നരം എടുത്ത് വായിച്ചപ്പോൾ സൗളിൻ്റെ ആ ഒരു അസ്വസ്ഥത മാറിയതുപോലെ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങളോ ദുരിതങ്ങളോ വേദനയോ ഒക്കെ ചെറുതായിക്കൊള്ളട്ടെ അതിന് അനുഭവിക്കുന്ന ആരെങ്കിലും നമ്മുടെ പ്രേക്ഷകരുണ്ടെങ്കിൽ ഒരു പാട്ട് കേട്ട് ഈ ഒരു എപ്പിസോഡ് കണ്ടവർ ആശ്വാസത്തിലേക്ക് വന്നിരിക്കുകയാണ്. അതിന് കാരണം സിസ്റ്ററിൻ്റെ ഈ സാന്നിധ്യമാണ്. ദൈവകൃപയാച്ചാ. അപ്പോൾ ഒത്തിരി ഒത്തിരി നന്ദി. സമൃദ്ധമായിട്ട് ദൈവം അനുഗ്രഹിക്കട്ടെ. തുടർന്നും ആശ്വാസത്തിൻ്റെതായിട്ടൊരു പാട്ടുകളും എല്ലാവർക്കും അനുഗ്രഹമാകുന്ന പാട്ടുകൾ സിസ്റ്ററിൻ്റെ ശബ്ദത്തിൽ നിന്ന് വരട്ടെ. ഏറെ പ്രാർത്ഥനയോടെ നന്ദി. അച്ഛാ, ഞാൻ പാടിയല്ലോ. അച്ഛനൊരു പാട്ടുകാരനാണ്, നമ്മൾ ഒരുമിച്ച് പാടിയിട്ടുള്ളതാണ്. അതുകൊണ്ട് അച്ഛൻ്റെ ഒരു പാട്ട് കേൾക്കാനും പ്രേക്ഷകർ തീർച്ചയായിട്ടും ആഗ്രഹിക്കുന്നതാണല്ലോ. അപ്പോൾ അച്ഛന് ഞങ്ങൾക്ക് വേണ്ടി, എനിക്ക് പ്രേക്ഷകർക്ക് വേണ്ടി ഒരു പാട്ട്. നമ്മളിപ്പോൾ ഒരു ദൈവസ്നേഹത്തിൻ്റെ ഫീലിങ്ങിലാണ്. അതെ. അപ്പോൾ ഒരു പാട്ടുണ്ട്, കണ്ടാലോ അടരയില്ല. നോമ്പുകാലത്തൊക്കെ നമുക്ക് കരയാതിരിക്കാൻ പറ്റില്ല. തീർച്ചയായിട്ടും. പക്ഷെ അത് നല്ല പോലെ പാടി, ഞാൻ എങ്ങനെ പാടുമെന്ന് അറിയത്തില്ല. ആ ഒരു പാട്ട് ഞാൻ പാടാം. തീർച്ചയായിട്ടും. കണ്ടാലോ വളരെയുകില്ല, ഉഴവുച്ചാൽ പോൽ മുറിഞ്ഞിടുന്നു. കണ്ടാലോ മുഖശോഭയില്ല, ചോരയാൽ നിറഞ്ഞൊഴുകിയിടുന്നു. കണ്ടാലോ വളരെയുകില്ല, ഉഴവുച്ചാൽ പോൽ മുറിഞ്ഞിടുന്നു. കണ്ടാലോ മുഖശോഭയില്ല, ചോരയാൽ നിറഞ്ഞൊഴുകിയിടുന്നു. മകനേ, മകളേ, നീ മാന്യനായിടുവാ. മകനേ, മകളേ, നീ മാന്യയായിടുവാ. കാൽവരിയിൽ നിനക്കായി പിടഞ്ഞിടുന്നു, കാൽക്കരങ്ങൾ നിനക്കായി തുളയ്ക്കപ്പെടുന്നു.
തുളയ്ക്കപ്പെട്ടു. മകനേ, നീ നോക്കുക, നിനക്കായി തകർന്നിടുന്നു. മകളെ, നീ നോക്കുക, നിനക്കായി തകർന്നിടുന്നു. മുള്ളുകൾ ശിരസിൽ ആഴ്ന്നതും നിൻ ശിരസുയർത്തുവാനല്ലയോ? ചുടുചോരത്തുള്ളിയായി വീഴുന്നു നിൻ പാപം പോക്കുവാനല്ലയോ? മുള്ളുകൾ ശിരസിൽ ആഴ്ന്നതും നിൻ ശിരസുയർത്തുവാനല്ലയോ? ചുടുചോരത്തുള്ളിയായി വീഴുന്നു നിൻ പാപം പോക്കുവാനല്ലയോ? മകനേ, മകളെ, നീ മാന്യനായിടുവാ. മകനേ, മകളെ, നീ മാന്യയായിടുവാ. കാൽവരിയിൽ നിനക്കായി പിടഞ്ഞിടുന്നു. കാൽക്കരങ്ങൾ നിനക്കായി തുളയ്ക്കപ്പെട്ടു. മകനേ, നീ നോക്കുക, നിനക്കായി തകർന്നിടുന്നു. മകളെ, നീ നോക്കുക, നിനക്കായി തകർന്നിടുന്നു. അച്ഛാ, ആ നോമ്പുകാലത്തിലൂടെ കടന്നുപോയി ഇപ്പോൾ. വളരെ നന്നായിരുന്നു അച്ഛാ, ഒത്തിരി നന്ദി. താങ്ക് യു. ഓക്കെ. അപ്പോൾ ഒരിക്കൽ കൂടി സിസ്റ്റർ നന്ദി പറയുകയാണ് സിസ്റ്ററിൻ്റെ വലിയ സാന്നിധ്യത്തിന്. താങ്ക് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. ഓക്കെ. ഹെവൻലി മെലോഡീസിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇനി അടുത്ത എപ്പിസോഡിൽ പുതിയ പാട്ടുകളുമായിട്ടും പുതിയ വിശേഷങ്ങളുമായിട്ടും നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.